വിശദമായി വരുമ്പോൾ ധനവച്ചപുരത്ത് ആളില്ലാത്ത സമയത്ത് പോലീസ് വീട് കുത്തി തുറന്നതായി പരാതി. ധനവച്ചപുരം സ്വദേശി ബാബുരാജാണ് ഈ പരാതി നൽകിയത്. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് എടുത്തുകൊണ്ട് പോയെന്നും പരാതിയിൽ പറയുന്നു. ഞാൻ ഒരു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നതാണ്. എൻ്റെ മകൻ കഴിഞ്ഞ 1-ാം തീയതി ഒരു ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ കുരിശടിയുടെ അവിടെ വെച്ച് ഒരാൾ മോനെ അടിക്കാൻ നിൽക്കുകയും ചീത്തടിക്കുകയൊക്കെ ചെയ്ത് അവൻ പിടിച്ചിടുകയും എന്തോ ചെയ്തു. അതിന് പോലീസ് കേസൊന്നുമായി നമുക്കൊന്നും അറിയില്ല. നമ്മൾ വീട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷേ അവരിപ്പം വീട്ടിൽ വന്ന് വേണ്ട വെള്ളം കാണിച്ച് എല്ലാം വലിച്ച് തുറന്നിട്ട് പോയിരിക്കുകയാണ്. ചവിട്ടി തുറന്ന് എൻ്റെ ഭാര്യയുടെ ഫോണും എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു പിള്ളേരെ കുറ്റം ചെയ്ത് നമ്മളറിയുന്നില്ല. പക്ഷേ അവർ നിയമപരമായിട്ട് കേസെടുക്കുക എല്ലാം ചെയ്യാതെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കൊലക്കേസ് പ്രതികൾ ചെയ്യുമ്പോൾ ചെയ്തിരിക്കുകയാണ്. അരുൺ മോഹൻ ചേരുന്നു. അരുൺ മോഹൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം പോലീസിനെതിരെ സംസ്ഥാന വ്യാപകമായി തന്നെ വ്യാപകമായ പരാതികൾ വരുന്നുണ്ട്. ഇതിനിടയിലാണ് ധനുവച്ചപുരത്ത് ഈ സംഭവം ഉണ്ടാവുന്നത്. എന്താണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം? ഇതിന് പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. വ്യാപകമായി ഉണ്ടാകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 1-ാം തീയതി ഈ പറയുന്ന പരാതിക്കാരനായ ധനുവച്ചപുരം സ്വദേശിയായ ബാബുരാജ്, ഇദ്ദേഹം ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രബാബു ഒരു സമീപവാസിയായ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ ഒരു കയ്യാങ്കളിയും അതിൽ തുടർന്നൊരു കേസ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ചന്ദ്രബാബുവിന്റെ വീട്ടിൽ, അതായത് ഈ ബാബുരാജിന്റെ വീട്ടിൽ പോലീസ് എത്തുകയും പോലീസ് പിൻവാതിൽ ചവിട്ടി തുറന്ന് പരിശോധന നടത്തുകയും തുടർന്ന് ബാബുരാജിന്റെ ഭാര്യയുടെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് ബാബുരാജ് ഇപ്പോൾ SP-ക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മകൻ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കാം. പക്ഷെ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുന്നത് അത് നമുക്ക് ന്യായീകരിക്കാനോ അത് നീതിക്ക് നിരക്കാത്തതാണോ, അതിനൊരു നടപടി വേണമെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. അതേസമയം പോലീസ് പറയുന്നത് അവിടെ നടന്ന ഒരു അടിപിടിയുമായി ബന്ധപ്പെട്ട് ചന്ദ്രബാബു 1-ാം പ്രതിയാണെന്നും അദ്ദേഹത്തെ അന്വേഷിച്ച് വരിക മാത്രമാണ് ചെയ്തതും എന്നുള്ളതാണ് പോലീസിന്റെ വാദം. സംഭവവുമായി ബന്ധപ്പെട്ട ആ കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഇപ്പോൾ റിമാൻഡിലാണെന്നുമാണ് പോലീസ് പറയുന്നത്. എന്തായാലും കുടുംബം ഇപ്പോൾ പോലീസ് ഉന്നത അധികാരികൾക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ്. എന്തായാലും വീണ്ടും പോലീസിനെതിരെ പരാതി ഉയരുകയാണ്. ധനുവച്ചപുരത്താണ് ഈ സംഭവം. പോലീസ് വീട്ടിൽ അനുമതിയില്ലാതെ അതിക്രമിച്ചു കയറി മൊബൈൽ ഫോൺ അടക്കം കൊണ്ടുപോയി എന്നതാണ് പരാതി. ആളില്ലാത്ത സമയത്തായിരുന്നു പോലീസിന്റെ ഈ പ്രകടനം.